Hello friends, Python പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് Python നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അതിനെ ബന്ധപ്പെട്ട ഫംഗ്ഷനുകൾ കൂടെ പഠിക്കാം. നമുക്ക് കൺസ്ട്രക്ടർ നമ്മൾ init എന്നാണ് ഇതിനകത്ത് വിളിക്കുന്നത്. ഇനിഷ്യലൈസ് ചെയ്യുക. പിന്നെ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യുന്ന str ഫംഗ്ഷൻ. ഇപ്പോൾ ഇത് രണ്ടും നമുക്ക് പഠിച്ച് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതൊന്ന് മനസ്സിലാക്കാം. സോ പ്രോഗ്രാമിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് എന്നാണ് നമുക്ക് ആ കീവേഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഇനി ക്ലാസിന്റെ പേര് പറയുക. ഇപ്പം ഞാൻ പേഴ്സൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്കിവിടെ ഒരു കൺസ്ട്രക്ടർ, അതായത് ഓട്ടോമാറ്റിക്കലി ഇത് ഫംഗ്ഷൻ ഈ നമ്മുടെ ക്ലാസ് കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ആകുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇനിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കൺസ്ട്രക്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പം അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡെഫ് അണ്ടർസ്കോർ ഇനിറ്റ് കൊടുക്കുക. സെൽഫ് എന്ന് പാസ് ചെയ്യണം. അത് ഡീഫോൾട്ട് ആയിട്ടുള്ളൊരു പാരാമീറ്റർ ആണ്. സെൽഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇറ്റ് സെൽഫ് ആണത്. അടുത്തത് നമുക്ക് പാസ് ചെയ്യേണ്ട എന്തൊക്കെയാണ്? ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ കൊടുക്കുന്നു. അതുകൂടാതെ ലാസ്റ്റ് നെയിം. ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. ഇനി ഇതിനെ നമുക്ക് ഈ ക്ലാസിന്റെ, അതായത് ഈ പേഴ്സണലിലോട്ട് നമുക്കിത് വയ്ക്കാം. അതിന് നമ്മൾ പറയുന്നത് സെൽഫ് ഡോട്ട് ഫസ്റ്റ് നെയിം ഈക്വൽസ് നമുക്ക് ഈ പാരാമീറ്റർ ആയിട്ട് വരുന്ന ഫസ്റ്റ് നെയിം അതിലോട്ട് വയ്ക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ പാരാമീറ്റർ സെൽഫ് ഡോട്ട് ലാസ്റ്റ് നെയിം. അത് ഈ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിലെ വേരിയബിൾ ആണ്, അതായത് പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം, അതാണ് സെൽഫ് ഡോട്ട് എന്ന് പറയുന്നത്. നമുക്ക് പാസ് ചെയ്യുന്നതായിട്ടുള്ള ലാസ്റ്റ് നെയിം അതിലോട്ട് വയ്ക്കാം. സോ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം നമ്മളിങ്ങനെ വയ്ക്കുന്നു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. P1 is equal to പേഴ്സൺ. ഈ പാരാമീറ്റർ നമുക്ക് പാസ് ചെയ്യാം. ഫസ്റ്റ് നെയിമായിട്ട് ഞാൻ തോമസ് എന്ന് കൊടുക്കുന്നു. ലാസ്റ്റ് നെയിമായിട്ട് ഞാൻ മാത്യു എന്ന് കൊടുക്കുന്നു. സോ ഇപ്പോൾ രണ്ട് പാരാമീറ്ററും പാസ് ചെയ്തു. ഇനി ഞാൻ ഇതൊന്ന് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് P1 ഒന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തിട്ട് നമുക്കൊന്ന് സേവ് ചെയ്ത് ഒന്ന് റൺ ചെയ്യാം. ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. മെയിൻ പേഴ്സൺ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. നമുക്കതിനകത്ത് കണ്ടന്റ് കിട്ടുന്നില്ല. നമുക്കിത് കണ്ടന്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്കിവിടെ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആയിട്ടുള്ള ഇനിറ്റ് പോലെ തന്നെ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, str എന്നുണ്ട്. നമുക്ക് ജാവയിൽ നമ്മൾ ടു സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഈ str എന്നിവിടെ പറയുന്നത്. നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ ഫോർമാറ്റ് ചെയ്യാം. അതിനകത്തോട്ട് അതിലൂടെ ഒരു പാരാമീറ്ററാണ് സെൽഫ് എന്നുള്ളത്. ഇവിടെ നമുക്ക് റിട്ടേൺ ഒന്ന് ഫോർമാറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിന് വേണ്ടി എഫ് സ്ട്രിങ് യൂസ് ചെയ്യാം. ഇവിടെ ഫുൾ നെയിം എന്ന് കൊടുക്കാം. ഫുൾ നെയിം ഇവിടെ സെൽഫ് എന്ന് പറയണം. സെൽഫ് ഡോട്ട് ഫസ്റ്റ് നെയിം കർലി ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം. അതുപോലെ തന്നെ അടുത്തത് സെൽഫ് ഡോട്ട് ലാസ്റ്റ് നെയിം. ഇപ്പം ഇങ്ങനെ രണ്ടെണ്ണം കൊടുക്കുക. ഇനി നമുക്ക് ഈ ഇതിനകത്ത് മാറ്റമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക. സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്യുക. ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ട് P1 പ്രിന്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് നോക്കുക. ഇപ്പം നമുക്ക് കാണാം ഫുൾ നെയിം തോമസ് മാത്യു എന്ന് വന്നു. അപ്പം ഇതാണ് str ഫംഗ്ഷൻ. അതായത് ടു സ്ട്രിങ് എന്നത് ജാവയിൽ ഉപയോഗിക്കുക, പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതേപോലെ തന്നെ ഉള്ളൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് അണ്ടർസ്കോർ str എന്ന് പറയുന്നത് ഈ മെത്തേഡ്. നമുക്കിനി P1 അപ്പം നമ്മളുടെ ഒബ്ജക്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്തു. ഇനി ഇതിന് ശേഷം നമുക്കൊരു ഫസ്റ്റ് നെയിം പ്രിന്റ് ചെയ്യണമെങ്കിൽ P1 ഡോട്ട് ഫസ്റ്റ് നെയിം എന്ന് പറയാം. അപ്പോൾ നമുക്ക് തോമസ് എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് നെയിം ഇങ്ങനെ അല്ലാതെ പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് P1 ഡോട്ട് ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് പ്രിന്റ് ചെയ്യാം. ഇനി നമുക്കിപ്പോൾ ഗെറ്റർ സെറ്റർ ഫംഗ്ഷനുകൾ വേണം. ഗെറ്റർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വാല്യൂ നമുക്ക് ഇതിൽ നിന്നുള്ള വാല്യൂ തിരിച്ചു തരാനും, സെറ്റർ ഫംഗ്ഷൻ നമുക്ക് ഇതിനകത്തോട്ട് വാല്യൂ ചേഞ്ച് ചെയ്യുകയോ വയ്ക്കുകയോ ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാനൊക്കെയുള്ള. അപ്പം നമുക്കത് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യാം. df കൊടുക്കുക. സെറ്ററിനാണെങ്കിൽ സെറ്റ്, ഗെറ്ററിനാണെങ്കിൽ ഗെറ്റ്. ഈ രീതിയിലാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾക്കിവിടെ ഫസ്റ്റ് നെയിം ആണെങ്കിൽ ഗെറ്റ് ഫസ്റ്റ് നെയിം എന്ന് പറയുക. ഇവിടെ
പാരാമീറ്റർ ഒന്നും വേണ്ട. ഇവിടെ നമ്മൾ റിട്ടേൺ സെൽഫ് വേണം. സെൽഫ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് ഇറ്റ് സെൽഫായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സെൽഫ്. സോ സെൽഫ് ഡോട്ട് ഫസ്റ്റ് നെയിം. അതുപോലെ സെറ്റ് ഫസ്റ്റ് നെയിം, വാല്യൂ സെറ്റ് ചെയ്യാനാണ്. ഇവിടെ നമുക്ക് സെൽഫ് കൂടാതെ നമുക്ക് പാസ് ചെയ്യുന്ന പാരാമീറ്ററാണ് ഫസ്റ്റ് നെയിം. ഇവിടെ നമുക്ക് സെൽഫ് ഡോട്ട് ഫസ്റ്റ് നെയിം ഈക്വൽസ് ഈ പാസ് ചെയ്ത് ഫസ്റ്റ് നെയിം വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതൊന്ന് കോൾ ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾ ഗെറ്റ് ലാസ്റ്റ് നെയിമും സെറ്റ് ലാസ്റ്റ് നെയിമും ഉള്ള മെത്തേഡിലൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതൊന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. പ്രിന്റ് p1 ഡോട്ട് ഗെറ്റ് ഫസ്റ്റ് നെയിം. ഇപ്പോൾ തോമസ് എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഇനി നമുക്ക് ആ തോമസിന്റെ വാല്യൂ ഒന്ന് മാറ്റണമെങ്കിൽ p1 ഡോട്ട് സെറ്റ് ഫസ്റ്റ് നെയിം. നമുക്കിവിടെ p1 ഇപ്പം ഇതിന്റെ ഫസ്റ്റ് നെയിം തോമസ് എന്നുള്ളത് മാറ്റണം. അപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ p1 ഡോട്ട് സെറ്റ് ഫസ്റ്റ് നെയിം എന്നുള്ളത് കോൾ ചെയ്യുക. എന്നിട്ടൊരു പേര് കൊടുക്കുക. ഇവിടെ ഞാൻ ഫിലിപ്പ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്കതൊന്ന് പ്രിന്റ് ചെയ്യാം. സോ ഇപ്പം അത് ഫിലിപ്പായി. ഇനി നമുക്ക് p1 ഒബ്ജക്റ്റ് ഒന്ന് മാത്രമായിട്ടൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ ഇപ്പം ഗെറ്ററും സെറ്ററിന്റെ യൂസേജ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.